ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കണ്ടത് മൂന്ന് അപ്ഡേറ്റുകൾ കാണുന്നുണ്ട്. ഒന്ന് ടോം ക്ലിക്കർ, കുറച്ച് ദിവസമായിട്ട് അപ്ഡേറ്റ് വന്നിട്ട്, അതുപോലെ തന്നെ ഡബ്ല്യു കോയിൻ, പിന്നെ മാച്ച് ചൈൻ എന്ന് പറയുന്ന മൂന്നെണ്ണത്തിലാണ് അപ്ഡേറ്റ് കാണുന്നത്. ഇപ്പോൾ മൂന്നും ടെലഗ്രാം ബോട്ടാണ്. അപ്പോൾ ടോം ക്ലിക്കർ നമുക്ക് ആദ്യം നോക്കാം. ടോം ക്ലിക്കർ വന്നിട്ട് കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു അപ്ഡേറ്റ് വന്ന് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള, പക്ഷേ അത് പ്രോപ്പർലി വർക്കിംഗ് ആകുന്നില്ല. അപ്പോൾ എല്ലാവരും ഞാൻ കുറച്ച് ദിവസമായിട്ട് ട്രൈ ചെയ്യുകയാണ്, പക്ഷേ അത് പ്രോപ്പർലി ഒരു വർക്കിങ്ങിലല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം നിങ്ങളുടെ നിങ്ങളുടെ റാങ്കിങ് കൂട്ടുക. ഈ പോയിൻ്റ് നമുക്ക് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ ഈ കാണുന്ന ഇതിൽ എൻ്റെ ഇപ്പോൾ 1,37,639 റാങ്കിങ്. പക്ഷേ അത് മാക്സിമം നിങ്ങൾ കൂട്ടുക. അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ടോക്കൺസ് ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ഓരോന്നും ഇത് അപ്ഗ്രേഡ് ചെയ്യുക. ഓരോന്നും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഈ പോയിൻറ്റ്സ് നമ്മുടെ കയ്യിൽ കൂടുതൽ വച്ചിട്ട് കാര്യമില്ല. ഓരോന്നായിട്ട് ഇങ്ങനെ മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനത് എല്ലാം കാണിക്കുന്നില്ല, മാക്സിമം നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് വന്നിട്ട് ബാക്കി ടാസ്കുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ട് ചെയ്യാനുള്ള ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ പ്രൊഫൈലാണ്. പ്രൊഫൈലിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുന്നത് കണക്റ്റ് വാലറ്റ് എന്നാണ്. പക്ഷേ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റ് കണക്റ്റ് ആകത്തില്ല. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് പറയുന്നത് വാലറ്റ് കണക്ട് ചെയ്യണം. വാലറ്റ് വന്നിട്ട് ഏത് വാലറ്റാണ് കണക്ട് ചെയ്യേണ്ടത്? നമ്മുടെ സൊലാനയുടെ വാലറ്റാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവരുടെ അനൗൺസ്മെൻറ്റിൽ കണ്ടതാണ്. അപ്പോൾ ഈ കാണുന്ന ഇവിടെ കണക്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റ് കണക്റ്റ് ആകത്തില്ല. ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ വന്നിട്ട് യു വിൽ നീഡ് വാലറ്റ് ഓൺ സൊലാന കണ്ടിന്യൂ. നമ്മുടെ സൊലാനയുടെ വന്നിട്ട് പാന്തം വാലറ്റ് എന്ന് പറയുന്ന വാലറ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് വാലറ്റിലേക്ക് നമുക്ക് നോക്കാം. ഈ കാണുന്ന ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന ഇതാണ് പാന്തം വാലറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങളുടെ പ്രൈവറ്റ് കീ റിക്കവറി പേഴ്സ് എല്ലാം സേഫ് ആക്കുക. സേഫ് ആക്കി വെച്ചതിന് ശേഷം നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് എൻ്റെ പാൻ്റെ വാലറ്റാണ്. അല്ലാതെ ട്രസ്റ്റ് വാലറ്റിൽ മെറ്റാമാസ്കിലെ വാലറ്റ് ഒന്നും കൊടുക്കരുത്. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ വാലറ്റ് ഓപ്പൺ ആകുന്നത്. ഇതിൽ ചെറിയൊരു ഫണ്ട് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ ഉള്ള ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടോം ക്ലിക്കറിൽ പോയിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ വാലറ്റ് കണക്റ്റിൻ്റെ ഓപ്ഷനുണ്ട്. വാലറ്റ് കണക്റ്റ് കൊടുക്കുക. കണക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ഇത് കാണാൻ കഴിയും. ഓക്കെ, wallet.com ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയും. അത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം സൊലാന വാലറ്റ് നിങ്ങളുടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷനുണ്ട്. നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലെല്ലാം ഡിസ്കവർ എന്ന് പറയുന്ന കാണുന്ന ഓപ്ഷൻ പോലെ ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് ഇത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണും. അതിനുശേഷം നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റേത് ആൾറെഡി ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ വാലറ്റ് ഇത് ലിങ്ക് ആകുന്നില്ല. തൽക്കാലം ഇത്രയും ചെയ്യുക. വാലറ്റ് ഇത് ലിങ്ക് ആകുന്നില്ല. നമ്മുടെ വാലറ്റ് ലിങ്ക് ചെയ്യണം, പക്ഷേ ഇത് ലിങ്ക് ആകുന്നില്ല. അവർ പറയുന്നുണ്ട് ചെറിയൊരു ടെക്നിക്കലി ഫാൾട്ട് ഇപ്പോൾ നടക്കുകയാണ്. അത് ക്ലിയർ ചെയ്തതിന് ശേഷം അവർ ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ ടോം ക്ലിക്കറിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റാണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡബ്ല്യു കോയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡബ്ല്യു കോയിനിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡബ്ല്യു കോയിൻ നിങ്ങൾ റെഗുലർ മൈൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് പ്ലേ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പുതിയ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, സാധാരണ കാണുന്നതിനേക്കാളും. ഓക്കെ, ഇവിടെ വന്നിട്ട് ബോട്ടൊക്കെ ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മൈൻ ചെയ്യുക. ഈ WAI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, പുതിയൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബാക്കി റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുക. WAI എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഇതുപോലെ വരും. റൈറ്റ് സൈഡിൽ
ട്രേഡ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കുറച്ചുകൂടെ ക്ലിക്ക് ചെയ്യുക, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് പക്ഷേ വരുന്നില്ല. ലെഫ്റ്റിലേക്ക് ഒന്ന് ഇറങ്ങിയതിന് ശേഷം ഈ കാണുന്ന ട്രേഡ് എന്ന് പറയുന്ന ഇവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് പ്രോപ്പർലി ഒരു വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഓപ്പണായി വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ ഇവിടെ ലെവൽ ഇതിൻ്റെ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത് ലെവൽ അപ്പ് ചെയ്യാം, ഇതൊക്കെ ലെവൽ അപ്പ് ചെയ്യാം. ഈ കാണുന്ന ട്രേഡ് എന്ന് പറയുന്ന ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ എല്ലാ 8 മണിക്കൂറിലൊരിക്കലുമാണ് ഇത് വന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്പീഡ് കുറച്ച് ഇങ്ങനെ കൂടും. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് കാണാൻ കഴിയും. ഇതിങ്ങനെ കൂടിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ലെവൽ ഇൻക്രീസ് ചെയ്യാം. ഓരോന്നിൻ്റേത് മാർക്കറ്റ് അനാലിസിസ് ഇതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് 0.02 അതല്ലെങ്കിൽ വേണം. ലെവൽ 1ലേക്ക് പോകാൻ 0.04 വേണം. അപ്പോൾ നമ്മൾ ഈ ഏൺ ചെയ്യുന്ന ഈ ടോക്കണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിൻ്റെ ലെവൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന ഇതിലും സെയിം ഇത് തന്നെയാണ്. ഇതിലും ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മൂന്നാമത്തെ ഈ കാണുന്ന ഇതിലും സെയിം ഇത് കാര്യം തന്നെയാണ്. ഇതിൻ്റെ എല്ലാം നമുക്ക് കുറേശ്ശെ ലെവൽ ഇൻക്രീസ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ എല്ലാ 8 മണിക്കൂറിലുമാണ് ഇത് നമുക്ക് ഫാം ചെയ്യേണ്ടത്. ഒരു ഫാമിംഗ് പോലെയാണ് വീണ്ടും കാണുന്നത്. അപ്പോൾ ബാക്കി ഡെയിലി ചെയ്യാനുള്ള ടാസ്കുകൾ നിങ്ങൾ ഡെയിലി ചെയ്യുക. ക്ലെയിം ചെയ്യേണ്ടത് ക്ലെയിം ചെയ്യുക. അതോടൊപ്പം തന്നെ പിന്നെ ചെയ്യാനുള്ളത് ഇതിൽ ടാസ്കുകളുണ്ട്. ഇതിൽ മാക്സിമം നിങ്ങൾക്ക് ടൈമുള്ളതുപോലെ ക്ലെയിം ചെയ്യുക. ബാക്കി ഓക്കെ. ഇതിൻ്റെ പിന്നെ മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊന്നുകൂടെ നോക്കാം. അപ്പോൾ ഇവരുടെ ഈ ടെലഗ്രാമിൽ ഇവർ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. WAI എന്ന് പറയുന്ന പുതിയൊരു മെഷീൻ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പാസീവ് ഇൻകം തരുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ഡീറ്റെയിലുകൾ ഓക്കെ. ഇതിൽ വന്നിട്ട് നമുക്ക് ടോൺ വരെ വേണമെങ്കിൽ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഇത് ഏൺ ചെയ്യുക. പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മാച്ച് ചെയിൻ എന്ന് പറയുന്ന ഒന്ന് ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഈ കാണുന്ന ഇതാണ്. ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നോക്കുക. ഇതിൽ ഫസ്റ്റ് ആൻസർ വന്നിട്ട് ഇത് 4-മത്തെയാണ്. ഓക്കെ, അടുത്ത ഇത് വന്നിട്ട് ഇത് നോക്കുക. ഇത് 2-മത്തെയാണ്. അടുത്ത് വീണ്ടും ഇത് വന്നിട്ട് 4-മത്തേതാണ് ആൻസർ. അപ്പോൾ ഈ 3 ആൻസർ ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക, കൺഫേം കൊടുക്കുക. അത് ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫാമിംഗ് പ്രോജക്റ്റാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് ലിസ്റ്റിങ്ങിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ വന്നിട്ട് ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇവരുടെ ടെലഗ്രാം, ട്വിറ്റർ മറ്റ് കാര്യങ്ങളെല്ലാം ഇത് നിങ്ങൾ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മാച്ച് ചെയിനിൽ വന്നിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് കാണാൻ കഴിയുന്ന അവരുടെ മെയിൻ നെറ്റ് ലൈവായിട്ടുണ്ട്. ഓക്കെ, മെയിൻ നെറ്റ് ലൈവായിട്ടുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ വിഡ്രോ മറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇതിപ്പോൾ റീസെൻ്റ്ലി ഒരു 20 മിനിറ്റ് മുമ്പ് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് വിഡ്രോ ഓപ്ഷനൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം വിഡ്രോ ഓപ്പൺ ആണെങ്കിൽ ഞാനിത് ടെലഗ്രാമിലിടും. ടെലഗ്രാമിൽ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഓക്കെ, റീസെൻ്റ്ലി വന്നൊരു അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഇതിൻ്റെ വാലറ്റ് മറ്റ് കാര്യങ്ങൾ വാലറ്റ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഒരു ഗൈഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എൻ്റെ അപ്ഡേറ്റ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ജോയിൻ ചെയ്ത് ട്രെയിനിങ് ആരംഭിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓവർ പ്രോട്ടോക്കോളിൻ്റെയും അവരുടെ മെയിൻ നെറ്റ് ലൈവായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ ഓവർ പ്രോട്ടോക്കോളിൻ്റെ വന്നിട്ട് ഒരു ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്യാനുള്ള അതിൻ്റെ റിസൾട്ട് 1-ാം തീയതി വരും. അപ്പോൾ 1-ാം തീയതി നിങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷം നോക്കുക. നിങ്ങളുടേത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു 44 റെഫറലിൽ ടോട്ടലി 14 വരെ പാസ്സായിട്ടുള്ള എൻ്റെ ടോട്ടൽ പോയിൻ്റ് മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ കഴിയും. നിങ്ങളും കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ
വാലറ്റിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ സെറ്റിങ്സിൽ പോകുമ്പോൾ ഇതുപോലെയാണോ കാണുന്നതും കൂടെ ചെക്ക് ചെയ്യുക. കൺഗ്രാജുലേഷൻ എലിജിബിൾ ഫോർ എയർ ഡ്രോപ്പ്. ഞാൻ ആളുടെ വന്നിട്ട് ഫ്ലിപ്സ്റ്ററിൽ തന്നെ എനിക്ക് KYC കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത് എക്സ്കി ഗ്ലോബലിൽ വന്നായിരുന്നു, അതിലും സക്സസ് ആകാത്തവർക്ക് വേണ്ടിയാണ് എന്താ പറയുക നമ്മുടെ ഗൂഗിൾ ഫോം അവർ കൊണ്ടുവന്നത്. ഓക്കെ, ഇത് മാക്സിമം സെപ്റ്റംബർ ഒരു 10-ാം തീയതിക്കകത്ത് തന്നെ ഓർ വാലറ്റ് ഇത് ലിസ്റ്റാകും. സെപ്റ്റംബർ മാസത്തിലൊരു നമ്മൾ മൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് നേടിയിരിക്കുന്ന ഒരു 5 ടോക്കൺസ് എങ്കിലും സെപ്റ്റംബറിൽ ലിസ്റ്റാകണം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിപ്റ്റോ റിലേറ്റഡുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.